ധാരാളം സുഹൃത്തുക്കൾ നമ്മളോട് ഒരു ഗസ്റ്റ് വിളിച്ചു പറയുന്നത് ബ്ലോക്ക് ചെയിൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ആദ്യമായിട്ടായിരിക്കാം ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ കേൾക്കുന്നത്. അപ്പം ഡയറക്ട്ലി നമ്മൾ ഇന്ന് സബ്ജക്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഏകദേശം കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി പോലുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് അക്കാഡമീസ് ഏകദേശം 7000 രൂപ മുടക്കിയാണ് ഈ ഒരു കോഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതിന്റെ ഇനിഷ്യൽ ഫസ്റ്റ് ലെവൽ കാര്യങ്ങളെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അത് എത്തിക്കുകയാണ്. സോ ബിടെക്കിനും എംടെക്കിനും ശേഷമുള്ള ഒരു സബ്ജക്ട് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താണ് ബ്ലോക്ക് ചെയിൻ? ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് ആക്ച്വലി. നമ്മളറിയാം 1990-കളുടെ തുടക്കത്തിൽ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച വലിയൊരു കണ്ടുപിടുത്തമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അന്ന് ഏതൊരു പുതിയ കാര്യത്തിനെയും നമ്മൾ പുതിയതായി വരുമ്പോൾ അതിനെ സംശയത്തോടെ വീക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലോകത്തിന്റെ തന്നെ മിഡിൽ ക്ലാസ് സെഗ്മെന്റിന്റെ എസ്പെഷ്യലി ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ അന്ന് സംഭവിച്ച രസകരമായ ഒരു അവസ്ഥ 91-ലും 92-ലും അമേരിക്കയില് ഇന്റർനെറ്റ് എന്ന് പറയുന്നതിനെ ബാൻ ചെയ്തിരുന്നു. സൈറ്റിംഗ് ദ റീസൺസ് ദാറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിന്റെ തലമുറകളെ വഴിതെറ്റിക്കും എന്നാണ് അന്നത് പറഞ്ഞിരുന്നത്. എനിവേ ഇന്ന് 32 വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് ആണ് ലോകത്തിന്റെ സകല ഏരിയകളിലും. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഡാറ്റ ഇല്ലാതെ 5 മിനിറ്റ് പോലും നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. സോ ആ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്റർനെറ്റ് ആണ് ലോകത്തിന്റെ സമസ്ത മേഖലകളിലും, അത് പേഴ്സണൽ കാര്യങ്ങളായാലും ബിസിനസ് കാര്യങ്ങളായാലും എല്ലാം നിയന്ത്രിക്കുന്ന ഇന്റർനെറ്റ് ആണ്. സോ ഇന്റർനെറ്റിന് തീർച്ചയായിട്ടും ചില പോരായ്മകൾ ഒടുവിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഒരു പുതിയ മേഖല അതിന്റെ പീക്കിലേക്ക് എത്തുമ്പോൾ അതിൽ ചില പോരായ്മകളും ഉണ്ടാവും. ആ പോരായ്മകളെ ഓവർകം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി വന്നു. അങ്ങനെ ഇന്റർനെറ്റിന്റെ രണ്ടാമത്തെ വേർഷൻ 2.0 വേർഷൻ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റർനെറ്റിന്റെ പ്രധാനപ്പെട്ട പോരായ്മകളായ ഹാക്ക് ചെയ്യുന്ന പോസിബിലിറ്റി. നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിലെ ഓരോ ഡാറ്റകളും, മൊബൈൽ ഫോണിൽ മാത്രമല്ല ഇന്റർനെറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റകളും ഓരോ സെക്കൻഡും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം പഴയ കാലത്തൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു മൊബൈൽ ഫോൺ വെച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തിയെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ മൊബൈൽ ഫോണിനെ തന്നെ മറ്റൊരിടത്തിരുന്നുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്ര രീതിയിലേക്ക് ഇന്ന് കാലഘട്ടം മാറി. സോ അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ചെയിനിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഹാക്കറിന് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഡാറ്റാസ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിരിക്കും. ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ലോകത്തിലെ ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിൽ ഡാറ്റകളെല്ലാം സൂക്ഷിക്കുന്നതിന് വ്യത്യസ്തമായി സെൻട്രലൈസ് സിസ്റ്റത്തിൽ ഡാറ്റകൾ സൂക്ഷിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഒരു സെർവർ ഹാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം സെഗ്മെന്റ്സിനെ അവർക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് പറയും. ഒരു ഡാറ്റ ഒരിടത്ത് സൂക്ഷിക്കുന്നതിന് പകരം ലക്ഷക്കണക്കിന് ഇടങ്ങളിൽ ഒരേ ഡാറ്റ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഹാക്ക് ചെയ്യപ്പെട്ടാലും മറ്റുള്ള ഇടങ്ങളിൽ ഡാറ്റ സേഫ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി. അതിന്റെ വർക്കിംഗ് സിസ്റ്റംസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ സൺഡേകളിലുള്ള നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എനിവേ എവിടെയൊക്കെയാണ് ഇന്ന് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് തമിഴ്നാട് ഗവൺമെന്റ് അവരുടെ എൻറ്റയർ ഗവൺമെന്റ് വെബ്സൈറ്റുകളും അവരുടെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് 2020 ബ്ലോക്ക് ചെയിൻ പോളിസി ഓഫ് തമിഴ്നാട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ്. കേരള ഗവൺമെന്റ് ഓൺലി കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി എന്നുള്ള പേരിൽ അക്കാഡമി തന്നെ റൺ ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനകത്ത് ബ്ലോക്ക് ചെയിനെ കൊണ്ടുവന്നു കഴിഞ്ഞു. മാത്രമല്ല ഇത് ലോകത്തിന്റെ സമസ്ത മേഖലകളിലും ഇനി ഡാറ്റയിലേക്കും ബ്ലോക്ക് ചെയിൻ ആണ് വരാൻ പോകുന്നത്. കാരണം ട്രേഡിംഗിലായാലും സപ്ലൈ ചെയിനിലായാലും ഹെൽത്ത് കെയറിലായാലും എല്ലായിടങ്ങളിലും ഇനി ബ്ലോക്ക് ചെയിന്റെ യൂസസ് ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയപ്പെടാൻ അതിന് പ്രധാനപ്പെട്ട ധാരാളം റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി സക്സസ്ഫുൾ ആവുന്നതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. നാളെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അവസരം അവർക്ക് അവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത് അറിയാം എന്നുള്ളതാണ്. ഇന്ന് ഗൂഗിളിലും ഫേസ്ബുക്കിലും ആപ്പിളിലും ഒക്കെ അവരുടെ എല്ലാ ഡാറ്റകളും അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റാൻ തുടങ്ങി കഴിഞ്ഞു. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട്. അപ്പൊ ബ്ലോക്ക് ചെയിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ, അതാണ് നമ്മുടെ സെക്കൻഡ് സബ്ജക്ട്. അതിന് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്നാണ് പറയുന്നത്. ഇന്ന് ധാരാളം പത്രങ്ങളിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ഓരോ ദിവസവും ദിനം പ്രതി പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ക്രിപ്റ്റോ കറൻസി? ഇന്റർനെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആയിരുന്നു ഇമെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫറിനെ വളരെ സ്പീഡിയാക്കി. അന്ന് വരെ ഫ്ലോപ്പി ഡിസ്കും പെൻ ഡ്രൈവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഡാറ്റ ട്രാൻസ്ഫറിനെ ഈസി ആക്കിയത് ഇമെയിൽ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2009 ഒരു ചെറിയ കഥ ഞാൻ പറയാം. കഥയെല്ലാം നടന്ന കാര്യമാണ്. 2009 ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വരുന്നു, വൈറ്റ് പേപ്പർ കൊണ്ടുവരികയാണ്. അന്ന് അതുവരെ ഇതെന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതൊരു പുതിയ സിസ്റ്റം ആയിരുന്നു ലോകത്തിന്.
വെറും 40 രൂപ 50 രൂപ മാത്രമായിരുന്നു തുടക്ക സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബിറ്റ്കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇന്ന് ഏകദേശം 11 വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് നിയർ അറൗണ്ട് 40 ലക്ഷം രൂപയാണ്. 11 വർഷം കൊണ്ട് ഇത്രയേറെ അസറ്റായി മൾട്ടിപ്ലൈ ചെയ്ത ഒരു വസ്തു, ലാൻഡും ഇല്ല, സ്വർണ്ണവും ഇല്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ മാത്രമാണോ? ഒരിക്കലുമല്ല. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയതുകൊണ്ടാണ് ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ കേട്ടിരിക്കുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇന്ത്യയിൽ ഇത് അസറ്റ് ക്ലാസ് ആണ് എന്നുള്ള രീതിയിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഓൾറെഡി കഴിഞ്ഞ 2020 മാർച്ച് 3-ാം തീയതിയുള്ള ഹിസ്റ്റോറിക്കൽ വിധിയോടുകൂടി ഇന്ത്യയിൽ ഇത് 100% ലീഗലാണ്. എന്ന് മാത്രമല്ല, ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ 2ാമത്തെ പൊസിഷനിൽ ഇന്ന് ഇന്ത്യയാണ്. ഫസ്റ്റ് നിൽക്കുന്നത് വിയറ്റ്നാമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം നമ്മൾ വളരെ ഏറെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇന്ന് ക്രിപ്റ്റോ കറൻസിയിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പായിരുന്നു ഈ പറഞ്ഞ ഇന്റർനെറ്റ് പോലെ തന്നെ നേരിടേണ്ടി വന്നത് ക്രിപ്റ്റോ കറൻസിക്ക് എങ്കിൽ, ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും അവരുടെ സ്വന്തം കറൻസിയായി ഇന്ന് ക്രിപ്റ്റോ കറൻസി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന വർഷം കൊണ്ട് മാറി. ഓക്കെ, അപ്പം റിസർവ് ബാങ്കിന്റെ ഒരു സർക്കുലർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്കുകളോട് അവരുടെ കസ്റ്റമേഴ്സിന് ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ക്രിപ്റ്റോ കറൻസി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ക്രിപ്റ്റോ കറൻസി. അങ്ങനെയെങ്കിൽ പണം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ആണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ആ ഒരു പേപ്പർ ഫിയറ്റ് കറൻസി ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ജനറേഷനിലും, ഓരോ 60 വർഷത്തിലും 70 വർഷത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പണത്തിന്റെ രീതികൾ, അത് നമ്മൾ കാണുന്ന ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യം മറ്റൊരാൾക്ക് എടുത്ത് കൊടുത്ത് വാങ്ങുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പണം. അതിനെ ബാർട്ടർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു, അല്ലെ? അതിനുശേഷം നമ്മൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ സിൽവർ കറൻസിയും ഗോൾഡ് കറൻസിയും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും വിചാരിച്ചുകൊണ്ടിരുന്നത് പണം എന്ന് വെച്ചാൽ ഇതായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ജനങ്ങളോടൊന്ന് പറയുകയാണ്, നിങ്ങളൊരു പേപ്പർ കിട്ടും, ആ പേപ്പറാണ് നാളെ പണം എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചാനെ. കാരണം ഓരോ കാലഘട്ടത്തിലും ഒരു വിശ്വാസമാണ് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെറ്റൽ കറൻസികൾ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും അങ്ങനെ രാജ്യങ്ങൾ പലരും ഡെമോക്രാറ്റിക് ആയി അവിടെ പേപ്പർ എന്ന് പറയുന്ന കറൻസി ഇൻട്രൊഡ്യൂസ് ആകുന്നു. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ വിചാരിക്കുന്നു പേപ്പർ കറൻസിയാണ് ലോകത്തിലെ ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന കറൻസി എന്നാണ്. ഇതിനൊരു ചെറിയ ഒരു വ്യത്യസ്തത എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഡൽഹിയിലെ സ്ഥലങ്ങളിൽ, ബോംബെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ 10 രൂപ തുട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കില്ല, കോയിൻ വാങ്ങിക്കില്ല. അവർ പറയുന്നത് അവരിത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വിശ്വാസമാണ്. 100 രൂപയുടെ വാല്യൂ ഉള്ളൊരു സംഭവം, ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപയുടെ വാല്യൂബിൾ ഉള്ള ഒരു സംഭവം നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നൊരു വിശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ മണി വീണ്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതിന്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പ്ലാസ്റ്റിക് കറൻസിയായി മാറുന്നു. പ്ലാസ്റ്റിക് കറൻസി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകളെല്ലാം നമുക്ക് ഇന്ന് അറിയാം. അത് സർവ്വസാധാരണമാണ്. ഒരു 4 വർഷം മുമ്പ് പുതിയതായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അതുണ്ട്. അതിനുശേഷം എന്താണ് ഇലക്ട്രോണിക് മണി? വാട്ട് യു മീൻ ബൈ ഇലക്ട്രോണിക് മണി? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ UPI പേയ്മെന്റ്സ് അവൈലബിൾ ആണ്, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്ന് 1 അല്ലെങ്കിൽ 2 UPI പ്രൊവൈഡേഴ്സ് ഉണ്ട്. ശരിക്കും ഒന്ന് 2 വർഷം 3 വർഷം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കരിക്ക് കുടിച്ചിട്ട് 20 രൂപ 30 രൂപ 40 രൂപ, അല്ല ഒരു ചായ കുടിച്ചിട്ട് 10 രൂപ നമ്മൾ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ കാലഘട്ടം മാറുന്നു. ഒരു 2 വർഷം മുതൽ നിങ്ങൾ അങ്ങോട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ പലയിടങ്ങളിലും, കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും എൽ സാൽവഡോറിലും വളരെ വ്യത്യസ്തമായി ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ ചെറിയ മാടക്കടകളിൽ പോലും ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, മണിയുടെ ഫ്യൂച്ചർ വേർഷൻ ആണ്. ഇതൊരു പണം മാത്രമല്ല, ഇതൊരു അസറ്റ് കൂടിയാണ്. അത് എന്തുകൊണ്ടാണ് അതൊരു അസറ്റായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന കറൻസികൾ ഒന്നായ ബിറ്റ്കോയിൻ 60 രൂപയിൽ നിന്ന് 40 ലക്ഷം രൂപയിലേക്ക് വളർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തേറിയം എന്ന് പറഞ്ഞൊരു കറൻസി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് ലാർജസ്റ്റ് കറൻസി എന്ന് പറയുന്നത് എത്തേറിയം ആണ്. ആക്ച്വലി കറൻസിയുടെ പേര് ഇത്തർ എന്നാണ്. ഇത്തർ എന്ന് പറയും. എത്തേറിയം എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആണ്. ബൈനാൻസ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ബൈനാൻസിന്റെ കോയിൻ ട്രോണ്. ഞാൻ ഇത് അറിയുന്നതിന് മുൻപ് ഒരുപക്ഷെ ഒരു 8-9 മാസങ്ങൾക്ക് മുൻപ് വരെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഇത് ആരുടെ പ്രൈവറ്റ് ആയിട്ടൊരു പാർട്ടി ഇഷ്യൂ ചെയ്യുന്ന കറൻസിയാണ്. നമ്മുടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കറൻസിക്കാണ് വാല്യൂ കൂടുതൽ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധധാരണയാണ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കറൻസിയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 വർഷം മുൻപ് നിങ്ങൾ 1 ലക്ഷം രൂപ എടുത്ത് നിങ്ങളുടെ അലമാരിക്കകത്ത് വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ അത് വിറ്റിരുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് പേപ്പറിന്റെ വാല്യൂ പോലും കിട്ടത്തില്ലായിരുന്നു. ഇതാണ് നമ്മുടെ വ്യവസ്ഥിതി. അത് ഓരോ രാജ്യത്തിന്റെയും പൊളിറ്റിക്സ് അനുസരിച്ച് ആ രാജ്യത്തിലെ കറൻസിയുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രൂപയുടെ സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് ഒരു സെൻട്രലൈസ്ഡ് കറൻസിയാണ്. സെൻട്രലൈസ്ഡ് കറൻസി എന്ന് പറഞ്ഞാൽ ആ കറൻസിയുടെ വില ഓരോ രാജ്യത്തെയും പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് തൊട്ട് പല കാര്യങ്ങളിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
പക്ഷേ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമർ ഉണ്ടാവും. ആ പ്രോഗ്രാമർ ഒരു പ്രോഗ്രാമായി കൊണ്ടുവരുന്നു ബിറ്റ്കോയിനെയും എത്തേറിയത്തിനെയും അങ്ങ് ഒരു കറൻസി ആയിട്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഈ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇത് എക്സ്ചേഞ്ചിൽ വരും. എക്സ്ചേഞ്ച് വരുമ്പോൾ ഇതിനകത്തൊരു വാല്യൂ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ വില കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിളായി ഇങ്ങനെ പറയാം. ഒരു കാര്യം ഏതൊരു ബിറ്റ്കോയിൻ ആയാലും എത്തേറിയം ആയാലും ബിനാൻസ് ആയാലും ട്രോൺ ആയാലും എല്ലാം ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ ഇത്രയേ ഉണ്ടാകുള്ളൂ എന്നുള്ള ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് വെൻ ദ ഡിമാൻഡ് ഈസ് ഹൈ ആൻഡ് ദ സപ്ലൈ ഈസ് ലോ, അതായത് ഒതുക്കി കൂടെ ശ്രദ്ധിച്ചു കേൾക്കാം, ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സംഭവത്തിനായാലും വില കൂടും. സെയിം തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി വാല്യൂ കൂടുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് അത്രയേറെ കൂടുന്നു, എന്നാൽ സപ്ലൈ വളരെ കുറവാണ്. ഇതാണ് ഇതിന്റെ മനസ്സിലാക്കേണ്ടത്. ബട്ട് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഫ്രീ ഓഫ് കോസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏതൊരു പുതിയ മേഖല വരുമ്പോഴും ആ മേഖലയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ മോശം രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ കാശ് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക എന്ന് പറയപ്പെടുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് പുറത്ത് കാണാം. അവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ക്രിപ്റ്റോ കറൻസികളുടെ എല്ലാത്തിന്റെയും വില കൂടുകയും കുറയുകയും ചെയ്യാം. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നോക്കിയായിരിക്കും വാങ്ങിക്കുന്നത്. എങ്ങനെയാണ് ആ കമ്പനിയുടെ പെർഫോമൻസ്, അതിനെ ബേസ് ചെയ്ത് ഷെയർ. പക്ഷെ ഇത് ഷെയർ മാർക്കറ്റ് പോലെ അല്ല. ഇത് ഓരോ കറൻസിക്കും അതിൻ്റെതായ രീതി, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എത്ര ട്രാൻസാക്ഷൻസ് നടക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇതിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു ടെൽ ദാറ്റ് ദിസ് ഇസ് വോളറ്റൈൽ. ഇതിന്റെ വില കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു പബ്ലിക്കിന്റെ ആണ് കറൻസി. പബ്ലിക് ആണ് ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോഗ്രാമർ വിചാരിച്ചാൽ പോലും പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ പബ്ലിക് ഇതിനെ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ സിമ്പിൾ ലോജിക്. സോ ഇത് പബ്ലിക്കിന്റെ കറൻസിയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു പാർട്ടിയുടെ കൺട്രോളിലും അല്ല. അതുകൊണ്ട് 100% നമുക്ക് ഇതിനെ വിശ്വസിക്കാം. ഒരു ദിവസം കൊണ്ട് നാളെ ഈ നോട്ടില്ല എന്ന് ആരും പറയാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പം ലോകത്തിലെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാകുന്നുണ്ട്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇന്ത്യയിൽ ഇത് 100% ലീഗലാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന 85% രാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസി ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 10%, 15% രാജ്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അവിടെ ഓൾറെഡി ലീഗൽ ആണെങ്കിലും അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി ഇന്ത്യയിൽ ഞാൻ സൂചിപ്പിച്ചു 100% ഇറ്റ്സ് ലീഗൽ. അപ്പം 60 രൂപയിൽ നിന്ന് 40 ലക്ഷം രൂപയായ ഒരു കറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലെ. അപ്പം നമുക്കിത് 2-3 തരത്തിൽ നമുക്കിത് ഏൺ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് അതിന് പറയുന്നതാണ് മൈനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം. മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി മൈനിങ് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതംസ് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഹൈലി പ്രോസസിംഗ് സ്പീഡ് കൂടുതലുള്ള GPUs ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് മൈനിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഹൈലി ഒരു കറണ്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. റഷ്യ പോലുള്ള രാജ്യങ്ങളാണ് അത് പരമാവധി ചെയ്യുന്നത്. നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം മിനിമം 1 കോടി രൂപയെങ്കിലും ഇല്ലെങ്കിൽ ഒരു മൈനിങ് ഫാം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു എൻറ്റയർലി ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വേ ടു കളക്ട് ക്രിപ്റ്റോ കറൻസി ഈസ് ബൈ ഫ്രം ഓൺലൈൻ എക്സ്ചേഞ്ചസ്. ഇന്ത്യയിൽ ഓൾറെഡി ലീഗൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം 12-13 എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ എക്സ്ചേഞ്ചിൽ ഏതിൽ നിന്നും നമുക്ക് ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 24 മണിക്കൂറും ഓപ്പൺ ആണ് എന്നുള്ളതാണ്. മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ 5 മണിക്ക് ബെല്ലടിക്കുന്നു ക്ലോസ് ചെയ്യുന്നു ഒന്നും തന്നെ ഇല്ല. 24/7 ദിസ് ഈസ് ഓപ്പൺ. നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിൽക്കാം. 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മുടെ അക്കൗണ്ടിലേക്ക് NEFTയോ IMPSോ വരുന്ന താമസം അത് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. അത് അത്രയും മാത്രമേ ഉള്ളൂ. അത് പണമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. സോ നമുക്കൊരു ലാൻഡ് വാങ്ങിച്ചെടുത്തതിനേക്കാളും സ്വർണം വാങ്ങിച്ചെടുത്തതിനേക്കാളും ബെറ്റർ ആണ് ഈ ഒരു ഓപ്ഷൻ. പക്ഷെ അതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഹൈലി വോളറ്റൈൽ ആണ്. അപ്പം ഈ 4000-ഓളം വരുന്ന പബ്ലിക് ലിസ്റ്റഡ് കറൻസികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം, റൈറ്റ്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇൻവെസ്റ്ററായി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം കയ്യിൽ വേണ്ടത് പണമാണ്. ഒരു 4-5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഇൻവെസ്റ്റഡ് ആസ് എ ലോങ് ടൈം ആയിട്ട് ഒരു പ്രോജക്റ്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ കറൻസിയുടെയും വില കൂടുകയേ ഉള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും. പക്ഷെ 25,000-10,000 ഒന്നും വെച്ചല്ല കേട്ടോ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ മിനിമം 5 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് കൈ വേണം. അപ്പം നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടും ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മിഡിൽ ക്ലാസ് ആയ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ പണമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് മൂന്നാമത്തെ വഴിയിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ മൂന്നാമത്തെ വഴി? ദാറ്റ്സ് കോൾഡ് സ്മാർട്ട് കോൺട്രാക്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് സ്മാർട്ട് കോൺട്രാക്ട്. സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു പത്രം അല്ല 5 രൂപ പത്രത്തിലോ 1000 രൂപ പത്രത്തിലോ ഒരു സ്ഥല വിൽപ്പന കരാർ എഴുതുന്നു. അതിനെ കോൺട്രാക്ട് എന്ന് പറയാറുണ്ട്. 2 പേര് തമ്മിലാണ്. അതിനകത്തൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്
ലീഗൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതേ കാര്യം തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്ടിനെ ഡിജിറ്റലി ആണ് ചെയ്യുന്നത്. ആ ഡിജിറ്റലി ചെയ്യുന്നത് ബ്ലോക്ക് ചെയിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതുകൊണ്ട് അത് ആർക്കും പിന്നെ മാറ്റാൻ സാധിക്കില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ്, സേഫ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സേഫ്റ്റിയും ട്രാൻസ്പെറൻസിയും രണ്ടും ഒരേ ഇടത്തിൽ സാധാരണ കാണുന്നത് നമ്മൾ പോസിബിൾ അല്ല. കാരണം സേഫ്റ്റി കൂടുമ്പോൾ ട്രാൻസ്പെറൻസി കുറയും, ട്രാൻസ്പെറൻസി കൂടുമ്പോൾ അവിടെ സേഫ്റ്റി കുറയുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈലി സ്പീഡുമാണ്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റ് മാത്രമാണ്. നിങ്ങളും നിങ്ങളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മളുടെ എഗ്രിമെന്റ്, അതാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി നമ്മളുടെ ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ ലോകത്തിലെ അങ്ങനെ ഒരു ഫസ്റ്റ് സ്മാർട്ട് കോൺട്രാക്ട് ആണ് വിത്ത് പ്രൈഡ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ബിഫോർ യു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഫോർസേജ്. അത് FORSAGE.io എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ 100% ഡീസെൻട്രലൈസ്ഡ് മാട്രിക്സ് പ്രോജക്റ്റ് ആണ് ഫോർസേജ്. ഇതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കടക്കുന്നതാണ്. അപ്പൊ വെബ്സൈറ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പോവുകയാണ്. ഈ വെബ്സൈറ്റ് അല്ല ബ്ലോക്ക് ചെയിൻ. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ, നമുക്കൊരു ഇന്റർഫേസ് മാത്രമാണ്, കാണുവാൻ വേണ്ടിയാണ്. ഇതിന്റെ ആവശ്യമില്ല ബ്ലോക്ക് ചെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഒരു ക്രിപ്റ്റോ കറൻസി ഏതാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം അത് നമ്മൾ കളക്ട് ചെയ്യുക. അതിലേക്ക് ഞാൻ വരുന്നു. അതിനു മുൻപ് തന്നെ ഫോർസേജ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് ജസ്റ്റ് ഇതൊരു താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതൊരു അക്കാഡമിയാണ്. വാട്ട് യു മീൻ ബൈ അക്കാഡമി? നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ എന്താണെന്നുള്ളതും ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ഒരു അക്കാഡമിയാണ് ഫോർസേജ്. ഈ ഫോർസേജ് അക്കാഡമിയിൽ നിങ്ങൾ വരുന്നു, ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നു. ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസം 2 ദിവസം കൊണ്ടും അല്ല, ഇറ്റ് വിൽ ടേക്ക് 1 or 2 months. ഇറ്റ്സ് ഓക്കെ. അതിനുള്ള സപ്പോർട്ട് നമുക്ക് ഇവിടെ നോളജ് ബേസ്ഡ് ടീം നമ്മുടെ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് തരും. അങ്ങനെ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിനകത്തൂടെ ഡെവലപ്പ് ചെയ്യാം. ഇത് എന്ന് വന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2020 ഫെബ്രുവരി 6 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം 1.6 മില്യൺ ആൾക്കാർ ഈ ഒരു സിസ്റ്റവുമായി, ഫോർസേജ് എന്ന സിസ്റ്റവുമായി സ്മാർട്ട് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 3 കറൻസികളാണ് ഉള്ളത്: എത്തേറിയം, ട്രോൺ, BUSD. ഞാൻ ഇന്ന് എത്തേറിയത്തിന്റെ ട്രോണിന്റെ പ്ലാൻ പറയുന്നില്ല, കാരണം എത്തേറിയം ചെയ്താൽ എത്തേറിയം മാത്രമേ കിട്ടൂ, ട്രോൺ ചെയ്താൽ ട്രോൺ മാത്രമേ കിട്ടൂ. പക്ഷെ BUSD, if you are doing this, BUSD എന്ന് പറയുന്നത് നമ്മൾ രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നത് പോലാണ്. BUSD-നെ ഈ 4000 പബ്ലിക് ലിസ്റ്റഡ് കറൻസികളുമാക്കി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതുവരെ ഈ ഫോർസേജിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതാണ്. ഇൻറ്റു 78 കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ കാൽക്കുലേറ്റർ തോന്നുന്നില്ല. മറ്റ് കമ്പനികൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് കമ്പനികളുടെ ടേൺ ഓവർ പറയുമ്പോൾ അതിന്റെ മുതലാളിക്ക് അതിന്റെ കാശ് കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ വേർഡ്സ്, അതിന്റെ ഓണറിന് കാശ് കിട്ടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 2-3% കുറെ പേർക്ക് വിഭജിച്ചു കൊടുക്കുമായിരിക്കാം. പക്ഷെ ഇതിന്റെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഫോർസേജ് എന്ന് പറഞ്ഞൊരു കമ്പനിയേ ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫോർസേജ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല. ഫോർസേജ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ കംപ്ലീറ്റ് ടേൺ ഓവർ ഈ കാണിക്കുന്ന 1.6 മില്യൺ ആൾക്കാരിലേക്ക് പോയി കഴിഞ്ഞു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫോർസേജിലേക്ക് നിങ്ങൾ പണം അടയ്ക്കുന്നുമില്ല, ഫോർസേജിൽ നിന്നും പണം നിങ്ങളിലേക്ക് വരുന്നുമില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാം. ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകതകളും ഫോർസേജിന്റെ പ്രത്യേകതകളും രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഓട്ടോണമസ് ആണ്. വാട്ട് യു മീൻ ബൈ ഓട്ടോണമസ്? ഇവിടെ മനുഷ്യന്റെ കരസ്പർശം ഇല്ല. ഓഫ് കോഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമറാണ്. ആ പ്രോഗ്രാമർ ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമിനകത്ത് ഇനി അദ്ദേഹം വിചാരിച്ചാൽ പോലും എന്നിലേക്ക് ഇനി ഇതെല്ലാം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ ഫോർസേജിനും. ആൻഡ് ഇമ്മ്യൂട്ടബിൾ കണ്ടീഷൻസ്. നിങ്ങൾക്ക് ഇത് ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള കുറെ കണ്ടീഷൻസ് ഞാൻ ഇവിടെ പറയും. ആ കണ്ടീഷൻസ്, ഇതിന്റെ ഓതർ, ഇതിന്റെ അഡ്മിൻ എന്ന് പറഞ്ഞ ആളില്ല. ഈ ഓതർ വിചാരിച്ചാൽ പോലും ഇതിനായിട്ട് ഇന്റർഫിയർ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ അതിനെ പറയുന്നതാണ് ഇമ്മ്യൂട്ടബിൾ കണ്ടീഷൻസ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ട്രാൻസ്പെറന്റ്. എന്താണ് ട്രാൻസ്പെറൻസി? ഇമ്മ്യൂട്ടബിൾ കണ്ടീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചില മൾട്ടി ലെവൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതായിരിക്കും. ഒരു പക്ഷെ അവർക്ക് ഏണിംഗ് ചെയ്യാൻ വേണ്ടി കുറെ കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷൻസ് ഡെയിലി 24 hours വിത്തിൻ 1 month ഒക്കെ ചേഞ്ച് ചെയ്യുന്ന കമ്പനികളുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് പലർക്കും വരുത്താറുണ്ട്. ഇവിടെ അങ്ങനെ വരത്തില്ല എന്നുള്ളതാണ് സാരം. ആൻഡ് ദിസ് ഇസ് ട്രാൻസ്പെറന്റ്. ഈ സ്മാർട്ട് കോൺട്രാക്ട് ഓപ്പൺ ആണ്. ഇതിന്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് BSA സ്കാനിൽ പോയി ചെക്ക് ചെയ്യാം, ഇതൊക്കെ നടക്കുന്നത് എവിടെ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ട്രസ്റ്റ് വർത്തി ആണ്. ഇത് 100% ഇതിനെ വിശ്വസിക്കാം. ആൻഡ് ദിസ് ഇസ് ഫുള്ളി ഓട്ടോമാറ്റിക്. ഫോർസേജിലേക്ക് ഫണ്ടുകൾ അയക്കുന്നില്ല, ഫോർസേജ് നിങ്ങളുടെ ഫണ്ട് സ്വീകരിക്കുന്നില്ല, ഫോർസേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഫണ്ട് തരുന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫണ്ട് 100% സേഫ് ആയിരിക്കും. നിങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ. നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും നമ്മളുടെ എഗ്രിമെന്റ് മാത്രമാണിത്. ആൻഡ് ദിസ് ഇസ് 100% ഡീസെൻട്രലൈസ്ഡ്.
വാട്ട് യു മീൻ ബൈ ഡീസെൻട്രലൈസ്ഡ്? ഇതിന് ഓണർ ഇല്ല, മാനേജർ ഇല്ല, അഡ്മിൻ ഇല്ല. ആര് വിചാരിച്ചാലും ഇതിനകത്തെ അഡ്മിൻ പോലും നമ്മളെ പോലെ ഒരു പാർട്ടിസിപ്പന്റ് മാത്രമാണ്. സോ ഇതിനൊരു ഓണർ ഇല്ല. അതിന് പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ്. ക്രിപ്റ്റോ കറൻസിയും ഡീസെൻട്രലൈസ്ഡ് ആണ്, രൂപയിൽ നിന്നും ഫിയറ്റ് കറൻസിയിൽ നിന്നും വ്യത്യസ്തമായി. അതേപോലെ തന്നെ ഫോർസേജും ഡീസെൻട്രലൈസ്ഡ് ആണ്. ആൻഡ് ദിസ് ഈസ് 100% ഇൻ ദ നെറ്റ്വർക്ക്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദിസ് അതിന് ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഹിഡൻ ഫീസ്, അങ്ങനെ ചില കമ്പനികളെ കുറിച്ച് പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഹിഡൻ ഫീസോ സർവീസ് ഫീയോ ഇല്ല. ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും, 100% 0 ആയിരിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് 1037 വ്യക്തികൾ ഇതുമായിട്ട് സ്മാർട്ട് കോൺട്രാക്ട് ചെയ്തു എന്നുള്ളത് പോലും ഇവിടെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് മാറ്റാനോ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. അത് അങ്ങനെ തന്നെ കാണിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി പോകുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ലോഗിനിലേക്ക് പോവാണ്. ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഫോർസേജിനകത്തുള്ള 3 കറൻസികൾ നമുക്ക് കാണാം. ഒന്ന് BUSD ആണ്, എത്തേറിയം ആണ്, ട്രോൺ ആണ്. ഞാൻ തീർച്ചയായിട്ടും BUSD തന്നെ ഫോക്കസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്തേറിയം ചെയ്താൽ എത്തേറിയമേ കിട്ടൂ, ട്രോൺ ചെയ്താൽ ട്രോണേ കിട്ടുള്ളൂ. BUSD ചെയ്ത് കഴിഞ്ഞാൽ BUSDനെ ഏത് 4000-ഓളം വരുന്ന പബ്ലിക് ലിസ്റ്റഡ് കറൻസി ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ ടു BUSD എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ടു വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ടു വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ID നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ID ആണ് 1843. കഴിഞ്ഞ ജൂൺ 1-ാം തീയതിയാണ് ഞാൻ ഈ ഫോർസേജ് എന്ന് പറയുന്ന ഫോർസേജിന്റെ BUSD പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത്. ഈ BUSD പ്ലാറ്റ്ഫോമിനകത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഞാനൊരു 6-7 മാസം മുൻപ് തന്നെ ട്രോൺ എന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉണ്ട്. അതിലൂടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് BUSD കിട്ടിയപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി. വി പ്ലാൻ ഫോർ ഇറ്റ്. ആ പ്ലാൻ ചെയ്തതിലൂടെ ഞങ്ങൾ നിറയെ ആൾക്കാരെ കഴിഞ്ഞ ഏകദേശം 7 മാസങ്ങളോളമായി കണ്ടിന്യൂസ് ആയി ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളതും സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നുള്ളതും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ഇതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിൽ BUSD എന്ന് പറയുന്ന ഒരു കറൻസിയാണ്. ഈ BUSD എന്ന് പറയുന്ന കറൻസി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ആണ് ഞാൻ ആദ്യം പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഈ ഒരു ഫോർസേജ് നിങ്ങളോട് പറയില്ല നിങ്ങൾ ഇത്ര രൂപയ്ക്ക് വന്നാൽ നന്നായിരിക്കും, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന ഫോർസേജ് ഒരിക്കലും നിങ്ങളോട് പറയില്ല. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിലൂടെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത, നല്ല രീതിയിൽ കഴിഞ്ഞ ഏകദേശം 1.5 വർഷം കൊണ്ട് ഏൺ ചെയ്ത ചില ഐഡികൾ നമ്മൾ പരിശോധിക്കുകയും ആ ഐഡികളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് വളരെ നല്ല രീതിയിൽ ആൾക്കാർ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം ഫോളോ ചെയ്തു വരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ആ സ്ട്രാറ്റജി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം. ആ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് സസൂക്ഷ്മം നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഏറ്റവും ബെറ്റർ ഒരു 419 എങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. 419 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 419 × 78 ഒരു 32,000 രൂപ 33,000 രൂപ എന്നുള്ളത് കണക്കാക്കാം. റൗണ്ട് അബൌട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30,000 റുപ്പീസ് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. നമ്മൾ ആ 30,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ BUSD വാങ്ങിക്കുന്നു. എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ അവൈലബിൾ ആണ്. എവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. 24 മണിക്കൂറും ഇത് ഓപ്പൺ ആണ്, ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം നമ്മളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് ഇത് കറക്റ്റായി പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10-350 BUSD കറൻസി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെക്കാം. ഈ കറൻസി നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ എല്ലാ ക്രിപ്റ്റോ കറൻസികളും സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പേഴ്സിൽ പണം വെക്കുന്നത് പോലെ തന്നെ ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് എന്നീ ധാരാളം വാലറ്റുകളുണ്ട്. ആ വാലറ്റുകളിലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയാണ് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നു. അറൌണ്ട് ഒരു 350 BUSD ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, ഈ 350-ൽ നിന്ന് നമ്മൾ കുറച്ച് BUSD എടുക്കുന്നു. അതെടുത്തുകൊണ്ട് ഈ പറയുന്ന ഫോർസേജിൽ 3 പ്രോഗ്രാമുകളാണുള്ളത്. ഫസ്റ്റ് പ്രോഗ്രാമിന്റെ പേര് X3 നിങ്ങൾക്കിവിടെ കാണാം. അടുത്ത പ്രോഗ്രാം X4 ആൻഡ് തേർഡ് പ്രോഗ്രാം ഇസ് XXX. 3 പ്രോഗ്രാമുകൾ. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ധാരാളം വാട്സാപ്പിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് ആമസോണിന്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഗൂഗിൾ പേയ്ക്കകത്ത് അഫിലിയേറ്റ് ലിങ്ക് ഉണ്ട്. ഇത് നമ്മൾ ധാരാളം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. മറ്റ് പല കമ്പനികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ സിസ്റ്റം എന്താണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ജോലി. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ID നമ്പർ കിട്ടും. എനിക്ക് അങ്ങനെ ജൂൺ 1-ാം തീയതി കിട്ടിയ ID നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇതാണ് എന്റെ അഫിലിയേറ്റ് ലിങ്ക്. ഈ അഫിലിയേറ്റ് ലിങ്ക് എടുത്തുകൊണ്ട് ആര് ബിസിനസ് എടുത്താലും അത് എന്റെ ഡയറക്റ്റ് പാർട്ണർ ആയിട്ടായിരിക്കും വരിക. വളരെ സിമ്പിൾ. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ID നമ്പർ കിട്ടുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഈ സിസ്റ്റം എന്താണെന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി സൂം എന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്ക് ഈ സിസ്റ്റം മനസ്സിലാവുന്നു. ഓക്കെ, ആ മനസ്സിലാകുന്നതിലൂടെ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് X3 എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുന്നു. ഇതിൽ നിന്നും ഒരു $155 നമ്മൾ ആദ്യം എടുക്കുന്നു. $155. ഈ $155 എടുത്തുകൊണ്ട് X3 എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നു. എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നു?
സി ഇതാണ് ഒന്നാമത്തെ മാട്രിക്സ്, രണ്ടാമത്തെ മാട്രിക്സ്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്. ഓക്കെ, 350 എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. കാരണം നമ്മുടെ UAE ടീം ഒക്കെ അവർ 600 BUSD ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവര് US ടീം ഒക്കെ 1000 BUSD വെച്ചാണ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ എത്ര രൂപയുടെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ഞാൻ ഒരു മിനിമം എമൗണ്ട് എന്നുള്ള രീതിയിലാണ് $350 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് 150 എടുത്ത് 155 എടുത്ത് ഈ 5 ബോക്സുകൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നു. ഈ ഓരോ ബോക്സിന്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് $5, ഇത് $10, 20, 40, 80. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ $155 കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഏറ്റവും അടുത്ത നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു നല്ല ലിസ്റ്റ് മേക്ക് ചെയ്യുക. ഒരു 10-15 പേരുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ്. ഞാൻ രക്ഷപ്പെടുമ്പോൾ അവരോട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിലേക്ക് വരേണ്ടത്. അവരോട് ഈ സൂം കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ അറ്റൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത കോൺഫറൻസ്, ആ വ്യക്തിയുമായിട്ട് ഒരു കോൺഫറൻസ് കോൾ ഇട്ട് കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഈ കൊറോണയുടെ സമയത്ത് നിങ്ങൾ വെളിയിൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെയുള്ളൊരു 3 മാസം ഒരിക്കൽ ഫിസിക്കൽ മീറ്റ് ആണ്. അത് ഓൾ ഇന്ത്യ സമ്മിറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാം. എനിവേ, ബാക്ക് ടു ദ ബിസിനസ്. ഈ $155 നമ്മൾ എടുക്കുന്നു. ഒരു കട സ്റ്റാർട്ട് ചെയ്യുന്നത് പോലാണ് ഈ 5 മാട്രിക്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതുപോലെ തന്നെ $155 ഉപയോഗിച്ചുകൊണ്ട് മാട്രിക്സുകൾ പർച്ചേസ് ചെയ്തെന്ന് കരുതുക. അദ്ദേഹത്തിന് ഇവിടെ നമുക്കൊരു നൊട്ടേഷൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ആയിട്ട് കാണും. ഓക്കെ, റൈറ്റ്. പേരല്ല, ID നമ്പേഴ്സ് ആയിരിക്കും കാണിക്കാം. ഈ $155 അപ്പം ഫോർസേജിലേക്ക് പോകുമോ? ഒരിക്കലും ഇല്ല. ഈ $155 ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ അതേ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. 100% ആണ്. $1 പോലും വേറെ എവിടെയും പോയില്ല. $185 നിങ്ങളുടെ വാലറ്റിലേക്ക് വരികയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ആസ് എ സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ ഒരു മിനിമം 3 പേരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ നിയമമൊന്നുമില്ല, എങ്കിലും നന്നായിരിക്കും. നിങ്ങൾ സാധാരണ നമ്മുടെ ബ്രദർ, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് ഒരുമിച്ച് നിൽക്കാറുണ്ട്. അപ്പൊ ഇത് ബ്രദർ ആണെന്ന് കരുതുക. അദ്ദേഹം ഇതുപോലെ തന്നെ $185 ഉപയോഗിച്ചുകൊണ്ട് 5 മാട്രിക്സുകൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ആ $185 ഇമ്മീഡിയറ്റ്ലി ഓൺ സ്പോട്ട് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് $155 ഉപയോഗിച്ച് നമ്മളിലേക്ക് കടന്നു വന്നു. അതിന്റെ ഡബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. ഇതിനെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പണമാക്കി മാറ്റാം എന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ മൂന്നാമത്തെ എൻട്രി വരുമ്പോൾ മാത്രം ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ മൂന്നാമത്തെ എൻട്രി നമുക്ക് കിട്ടില്ല. ഇതാണ് സിമ്പിൾ ആയി പറഞ്ഞാൽ, ഒന്നാമത്തേത് 100% കിട്ടും, രണ്ടാമത്തേത് 100% കിട്ടും, മൂന്നാമത്തേത് നമുക്ക് 100% കിട്ടില്ല. ദിസ് വിൽ ഗോ ടു യുവർ സീനിയർ പാർട്ണർ. നിങ്ങളെ ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ സ്മാർട്ട് കോൺട്രാക്ട് അങ്ങനെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മൂന്നാമത്തെ എൻട്രി വരുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ സീനിയർ പാർട്ണറിലേക്ക് ആയിരിക്കും പോവുക. വിഷമിക്കേണ്ട, കാരണം ഇത് നമ്മൾ മാത്രം വരുമാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ല. നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നു, രണ്ടാമത്തെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നു, മൂന്നാമത്തെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കം ടു യു. അതായത് നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് വരുമാനം ധാരാളം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് ധാരാളം കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ 30 പേരുള്ള ഞാൻ സംസാരിച്ചിരുന്നു. ഈ 30 പേരിൽ നിന്ന് 18 പേരാണ് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ കടന്നു വന്നത്. അങ്ങനെ നിങ്ങളും ധാരാളം ആൾക്കാരോട് സംസാരിക്കും. ആദ്യം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്കിത് പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ സിസ്റ്റം എന്താണെന്ന് അറിയില്ല. ഒരു 3 മാസമെങ്കിലും നിങ്ങൾ തുടർച്ചയായി ഈ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കാരണം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കും. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. വീട്ടിൽ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാനും അത്രേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ 100%, രണ്ടാമത്തെ 100%, മൂന്നാമത്തെ നമുക്ക് കിട്ടുന്നില്ല, നാലാമത്തത് വീണ്ടും 100%, അഞ്ചാമത്തത് വീണ്ടും 100%, ആറാമത്തെ നമുക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾസ് ലൈക്ക് 3, 6, 9, 12 നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പൊ X3 എന്ന് പറയുന്നത് 100% ആക്റ്റീവ് പ്ലാറ്റ്ഫോം ആണ്. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വെറുതെ ഇരുന്നാൽ പണം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് 100% ആദ്യമേ പറയുന്നു. ഇവിടെ വെറുതെ ഇരുന്നാൽ $1 കിട്ടില്ല. ഇത് 100% ഒരു ആക്റ്റീവ് പ്ലാറ്റ്ഫോം ആണ്, വർക്കിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം വെറുതെ ഇരുന്നാൽ കാശ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ, എസ്പെഷ്യലി നമ്മൾ മലയാളീസ്, നമ്മൾ ധാരാളം കളിപ്പിക്കപ്പെടാറുണ്ട്. വെറുതെ ഇരുന്നാൽ മതി, പണം ഒരിടത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 1-2 ദിവസമൊക്കെ കിട്ടും, മൂന്നാമത്തെ ദിവസം വരില്ല. അതുകൊണ്ട് അങ്ങനെ കളിപ്പിക്കപ്പെടരുത്. നമ്മളെ ആരെങ്കിലും ഒരാൾ ഫോൾസ് പ്രോമിസ് എന്നാലും വിശ്വസിക്കേണ്ട. വെറുതെ ഇവിടെ കിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പം X3 എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് X4 ആണ്. X4 എന്ന് പറയുന്നത് 100% പാസീവ് ആണ്. ചേട്ടാ ഇച്ചിരി മുമ്പേ അല്ലേ പറഞ്ഞ വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ വെറുതെ ഇരുന്നാൽ കിട്ടുമോ? വെറുതെ ഇരുന്ന് ഇവിടെ കിട്ടുന്നുണ്ട് ധാരാളം ആൾക്കാർക്ക്. കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്റെ രീതി അങ്ങനെയാണ്. നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വ്യക്തി വളരെ നല്ല രീതിയിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിങ്ങളെ സീനിയർ പാർട്ണർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഓക്കെ, അദ്ദേഹം വഴിയും അദ്ദേഹത്തിന്റെ സീനിയറായ അദ്ദേഹത്തിന്റെ അപ്ലൈൻ വഴിയും അവർക്കൊരു നല്ല ടീം ഉണ്ടെങ്കിൽ,
പ്രത്യേകം ശ്രദ്ധിക്കുക, കൊള്ളാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവും, ഇതൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ല വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വഴിയാണ് നമുക്ക് ഇവിടെ ഒരു സ്പിൽ ഓവർ വരാം. അത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. സ്പിൽ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് വരുന്ന എൻട്രീനെയാണ് സ്പിൽ ഓവർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമുക്ക് കിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ രണ്ടാമത്തെ ഇദ്ദേഹം വഴിയായിരിക്കും മറ്റൊരു സ്പിൽ ഓവർ നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് നമുക്ക് കിട്ടില്ല. പക്ഷെ ഈ വ്യക്തി അടുത്ത ബിസിനസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് 100% പേയ്മെന്റ് ആയി കിട്ടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് കിട്ടത്തില്ല, രണ്ടാമത്തേത് നമുക്ക് കിട്ടത്തില്ല, ആറാമത്തെ സെയിൽ നമുക്ക് കിട്ടത്തില്ല. ഇത് ബൈനറി ആയി ദയവ് ചെയ്ത് ഡൗട്ട് അടിക്കരുത്. കാരണം ഇതിനകത്ത് ജസ്റ്റ് 6 സെയിലുകൾ മാത്രമേ ഉള്ളൂ. ഒരാളുടെ പുറകെ ഒരാളായിട്ട് പിരമിഡ് സ്കീം അങ്ങനൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ജസ്റ്റ് 6 സെയിൽസ് അത്രയും മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പം 1, 2, 6 നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ 3, 4, 5 നമുക്ക് 100% നമുക്ക് കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ $155 ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ മുതൽ 5ാമത്തെ മാട്രിക്സ് വരെ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ 6 സെയിൽ നടക്കുമ്പോൾ ഇവിടെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ്ലി ഫുൾ ആയതായിട്ട് കണക്കാക്കുന്നു. അവിടെ അപ്പം എത്ര പേരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന 6 എന്നുള്ളത് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിൾ. അപ്പം ഇത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും ഈ 155ന്റെ 3 ഇരട്ടി നമുക്ക് വരുമാനമായി കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. 155 × 3 നമ്മുടെ കയ്യിലേക്ക് വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ X4 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓഫ് കോഴ്സ് നമ്മുടെ കൂടെ വരുന്ന ടീം ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടീം അപ്ലൈൻ നല്ല അപ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വഴിയും നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് X4. മൂന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളൊരു നല്ല ടീം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് മാത്രമല്ല വരുമാനം കിട്ടുന്നത്, എന്റെ ടീമിലുള്ള ഓരോരുത്തർക്കും വരുമാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ട്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ കയ്യിൽ മിച്ചമുള്ള BUSD ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം. ആക്ടിവേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റുള്ള ലോകത്തിലെ ഒരു സിസ്റ്റത്തിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടില്ല. നിങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്യാണ്, മാനേജറിയൽ സ്റ്റാഫാണ്, നിങ്ങളുടെ എംപ്ലോയി വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് വരുമാനം കിട്ടത്തുള്ളൂ. നിങ്ങൾ കമ്പനി നടത്തുന്നു, നിങ്ങളുടെ എംപ്ലോയി വർക്ക് ചെയ്താലേ വരുമാനം കിട്ടത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ സീനിയർ പാർട്ണർ എന്നൊരു വരുമാനം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുകയില്ല. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2 ഇടത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 3 ഇടങ്ങളിൽ നിന്ന് വരെ നമുക്ക് വരുമാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3 ലെവൽ ഓഫ് സീനിയേഴ്സ്. ഓക്കെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവര് വഴി ഒരു എൻട്രി വരുന്നത് ഇവിടെയാണ് എന്ന് കണക്കാക്കാം. അവര് വഴി ഇന്നൊരു എൻട്രി നമുക്ക് കിട്ടിയെന്ന് കണക്കാക്കാം. എയും ബിയും നമുക്ക് കിട്ടില്ല. ഓക്കെ, പക്ഷെ ഇവര് വഴി വരുന്ന വരുമാനത്തിൽ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 30% വരുമാനവും സെക്കൻഡ് ലെവലിൽ വരുന്ന ഓരോ എൻട്രിക്കും നമുക്ക് 70% വരുമാനവും കിട്ടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മളൊരു നല്ല ടീമിൽ അവരെ നമ്മൾ ധാരാളം ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം ഇവിടെ ട്രിപ്ലക്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇൻ ഷോർട്ട് ഇവിടെ 3 തരത്തിലുള്ള പ്രോഗ്രാമാണ്. X3 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, X4 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ട്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെ ഞാൻ കഴിഞ്ഞ നിങ്ങളുടെ ട്രാൻസ്പെറന്റ് സിസ്റ്റമാണ്. എന്റെ ഐഡി നിങ്ങൾക്ക് തുറന്നു നോക്കാം, ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ 30 പേരോട് സംസാരിച്ചു. 30 പേരോട് സംസാരിച്ചപ്പോൾ നിറയെ ആൾക്കാർ കളിയാക്കി, ഇതൊന്ന് നിനക്കൊരു നല്ല ജോലിയുണ്ട്, യു ആർ എ ഡോക്ടർ, യു ക്യാൻ ഡു ദാറ്റ് തിങ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഐ വാസ് വെരി കോൺഫിഡന്റ് ബിക്കോസ് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇന്ത്യയിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന മിസ്റ്റർ മണികണ്ഠൻ, അദ്ദേഹം ഏകദേശം 8 മാസം 1 വർഷം കൊണ്ട് തന്നെ ഏകദേശം 20 കോടിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അസറ്റ്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതായിട്ട്. അദ്ദേഹത്തിന്റെ ID നമ്പറൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. ഏകദേശം 756 എത്തേറിയൊക്കെ അത് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ ലൈഫ് ഇത് സീരിയസ് ആയി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് മാറ്റാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ശ്രദ്ധിച്ചില്ല. ചില ആൾക്കാർ എന്നെ വിശ്വസിച്ചു, 18 വ്യക്തികൾ എന്നെ വിശ്വസിച്ചു. വിശ്വസിച്ചു വന്ന ആൾക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ മൂവ് ഓൺ ചെയ്തപ്പോഴത്തേക്കും അവര് വഴി ഇന്നൊരു വണ്ടർഫുൾ മൂവ്മെന്റ് 1100ഓളം അടങ്ങുന്ന പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അവര് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി മിസ്റ്റർ പ്രശാന്ത്. നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം എനിക്ക് ഇതിന്റെ സ്വന്തം ബ്രദറിനെ പോലാണ്. അദ്ദേഹം ദുബായിൽ ഇരുന്നുകൊണ്ടാണ്, അദ്ദേഹമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിച്ചത്. ഞങ്ങൾ നേരിട്ട് കാണാതാണ് ഞങ്ങൾ ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഓരോ ഐഡിയയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പേര് പറഞ്ഞ് തന്നെ ഞാൻ വേണമെങ്കിൽ അത് പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. ഡോക്ടർ ഹാരി, മുഫീദ്, രമ മാം, പ്രശാന്ത് ഭായ്, അങ്ങനെ ധാരാളം ആൾക്കാർ, ബെൻവിൻ, വിക്കി, ഡോക്ടർ രാജൻ, മെനി പേഴ്സൺസ്, മിസ്റ്റർ മണികണ്ഠൻ, എന്റെ കൂടെ ഒരു മണികണ്ഠൻ ഉണ്ട്, കുമരവേൽ ഫ്രം പോണ്ടിച്ചേരി, ആൻഡ് മെനി ഓഫ് മൈ ഗുഡ് ഫ്രണ്ട്സ്. അവരെ എനിക്ക് നേരിട്ട് പരിചയമില്ല പല ആൾക്കാരുമായിട്ടും. യൂട്യൂബിലൂടെ നമ്മുടെ ലിങ്ക് കണ്ട് അവർ അതിലേക്ക് കടന്നു വരുന്നു. ഓരോരുത്തരുടെ ലൈഫില് മുഫി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തിക്ക് വെറും 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് ഒരു ബോയ് എന്നായിരിക്കും വിളിക്കുന്നത്. ബട്ട് ഐ യൂസ് ടു കോൾ ഹിം മാൻ ബിക്കോസ്
30ാമത്തെ വയസ്സിലും 28ാമത്തെ വയസ്സിലും നമ്മൾ വീട്ടിൽ നിന്നുള്ള കാശ് മേടിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളെല്ലാം 15 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് 12 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് ആൾക്കാർ സ്വയം അധ്വാനിച്ച് പഠിക്കുകയാണ് എങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിയർ ബൈ 1000 ചില്ലുവാനം 1072 POC അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, പല IT മേഖലയിലും വർക്ക് ചെയ്യുന്ന വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള രമാ മാം പോലുള്ള ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പല മേഖലകൾ, അവർക്ക് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം, സമയമില്ല എന്നുള്ള എക്സ്ക്യൂസ് പറയാൻ പറ്റുന്ന ധാരാളം ആൾക്കാർ അവരുടെ കയ്യിലേക്കെല്ലാം ധാരാളം വരുമാനം എത്തിച്ചത് കൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് എന്നേക്കാൾ കഴിവുള്ള വ്യക്തികളാണ് അവർ ഓരോരുത്തരും. സുരേഷ് സാറിനെ പോലുള്ള വ്യക്തികൾ, കോട്ടയത്ത് നിന്ന് നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിച്ചിരിക്കുന്ന അദ്ദേഹം, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുടെ കൈകളിലേക്ക് നമുക്ക് ഈ വരുമാനം എത്തിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഏകദേശം 90 ദിവസങ്ങൾ കൊണ്ട് നിയർ അറൌണ്ട് 7 ലക്ഷം രൂപ എനിക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്കുണ്ട്. ആ വർക്കാണ് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. അതിനുവേണ്ടി വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഈ ഒരു സൂം കോളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സൂം കോളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം കൊണ്ട് മനസ്സിലാവത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സാധാരണക്കാരന്റെ ചിന്താഗതി അനുസരിച്ച് ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും നമ്മൾ രക്ഷപ്പെടണം ചിന്തിക്കാറുണ്ട്. അങ്ങനെ നടക്കില്ല. അങ്ങനെ ഒരു കാരണത്തും ഒരു സ്ഥലത്തും ക്വിക്ക് മണി ഉണ്ടെങ്കിൽ അതൊരു സ്കാം ആണ്. അവിടെ ക്വിക്ക് മണി ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ജോലികൾ വ്യക്തമായി നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സൂം അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. സൂം അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അവർ കേൾക്കുമ്പോഴത്തേക്കും അവരോട് മറ്റുള്ള വ്യക്തികൾ ചോദിക്കുന്ന പല ഡൗട്ട്സുകളും അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ വരുന്ന ഒരു ഡിസംബറിനുള്ളിൽ തന്നെ നമ്മുടെ കൂടെ ഏകദേശം 20ഓളം വ്യക്തികളെ 1.25 ലക്ഷം USD അച്ചീവ് ചെയ്യിച്ച് നമുക്ക് വലിയ രീതിയിലേക്ക് അവർ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള വരുമാനം എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു വളരെ പ്രൈഡ് മൊമെന്റ് ആണ്. നിങ്ങളുടെ ലൈഫിലും എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തിന് ഇതിലേക്ക് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണത്തിന്റെ അപ്പുറത്താണ്. അതാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. കാശ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും 99% പ്രോബ്ലംസ് ഉണ്ടാവുന്നത് നമ്മുടെ ഈ കാശില്ലാത്തതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും വേണം. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഒരാളെങ്കിലും, അത് 10 പേരായാലോ ഒരു 100 പേരായാലോ അവരുടെ ലൈഫിലേക്ക് ഒരു 100 രൂപയെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ സർവീസ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ധാരാളം ആൾക്കാരുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് രൂപയും 1000-കണക്കിനും 10,000-കണക്കിന് രൂപ എത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഐ എം വെരി ഹാപ്പി റൈറ്റ് നൗ. എനിക്ക് കിട്ടിയ വരുമാനത്തിനേക്കാൾ എന്റെ കൂടെ കിട്ടുന്ന ആൾക്കാർക്ക് വരുമാനം കിട്ടാൻ സാധിച്ചു കൊടുക്കുന്നതിൽ അതിനൊരു നിമിത്തമായി മാതിയിൽ തീർച്ചയായിട്ടും ഐ എം വെരി പ്രൗഡ്. ആൻഡ് നിങ്ങളും കൂടെ നിൽക്കുക. വരുന്ന ഒരു 6 മാസം ഈ സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്യുക. 6 മാസം കൊണ്ട് there will be a definite change in your life. And thanking you so much and wishing you all the best. ഈ സെഷൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട സെഷനാണ്. വരുന്ന 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. എങ്ങനെ പ്രാക്ടിക്കലി ഏൺ ചെയ്ത ആൾക്കാർ എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം. അതിനുശേഷമേ ലോഗ് ഔട്ട് ചെയ്യാവുള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഓവർ ടു പ്രദീപ് ബ്രോ. പ്രദീപ് ബ്രോ. സാർ, യുവർ വോയിസ്. താങ്ക് യു. വോയിസ് ഒന്ന് കട്ടായി പോയി ഡോക്ടർ സാറേ. കേൾക്കാമല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ സാർ. എന്തായാലും വളരെ വളരെ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ, കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിൽ തകർന്നു പോയ പല മേഖലകളിലും ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഈ സിറ്റുവേഷൻ പലർക്കും ഇന്ന് ഒരുപാട് മേഖലകൾ തകർന്നടിഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ തകർന്നു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇത്രയും സിറ്റുവേഷനിൽ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഡോക്ടർ കെവിൻ സാറിന്റെ നേതൃത്വത്തിൽ കൊടൈക്കനാലിലെ ഏകദേശം ഒരു 95ഓളം വരുന്ന ആളുകളെ, അത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് 2 ദിവസത്തെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തിക്കൊണ്ട് അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം കൂടിയായി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് ഇതിൽ പറയുന്ന വാക്കുകൾ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്ട്, ഇതൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ഒന്നും മനസ്സിലാകാൻ സാധ്യത കുറവാണ്. കാരണം എനിക്കും ഇത് ആദ്യമേ കേട്ടപ്പോൾ ഒന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ്, പിന്നെ എൻ്റെ 1 മിസ്റ്റർ ഗ്രേറ്റ് ലീഡർ അരുൺ സാർ എൻ്റെ നൈബറാണ്, അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ ലൈഫിനെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ. ഈ കൊറോണ എന്നൊരു മഹാമാരിയുടെ കാലഘട്ടത്തിലും ഇന്ന് വളരെയധികം ഒരുപാട് കുടുംബങ്ങളിലേക്ക് 1000 തുടങ്ങി ലക്ഷക്കണക്കിന് രൂപകൾ എത്തിച്ചു കൊടുക്കാൻ നിമിത്തമായ ഒരു ബിസിനസ് കൂടിയാണ് എന്തായാലും ഈ ഫോർസേജിന്റെ ഈ പ്രോഗ്രാം. എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം
ഇതില് ഒരുപാട് ആളുകളെ പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ഏകദേശം കൊടൈക്കനാലിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു മാഡമാണ് കോട്ടയത്ത് നിന്ന്, ഒരു വീട്ടമ്മ. ഒട്ടേറെ ആളുകളെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പതിനായിരങ്ങളൊക്കെ വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയത്ത് നിന്ന് വരുന്ന സന്ധ്യ മാഡത്തിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് ഷെയർ ചെയ്യുന്നത്. മാഡം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൊടൈക്കനാൽ പ്രോഗ്രാം? അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോർസൈറ്റ് ബിസിനസ്? ഇതിനെക്കുറിച്ച് ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? താങ്ക് യു സാർ. കേൾക്കാവോ സാർ? കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ശ്രീലതാ മാഡത്തിന്റെ കൂടെയാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം പറയാം. ഞാൻ 10-12 വർഷം നേഴ്സായിട്ട് ജോലി ചെയ്തതാണ്. പിന്നെ കുട്ടികളൊക്കെ ആയ ശേഷം ഒരു ഹൗസ് വൈഫായിട്ട് ഒതുങ്ങി കഴിയുകയായിരുന്നു. പ്രദീപ് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ, ഈ കോവിഡ് സമയത്ത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ ആ പഴയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരു ബയോഡാറ്റ എടുക്കാൻ നമ്മുടെ ശ്രീലതാ മാഡത്തിന്റെ ഷോപ്പിൽ പോവുകയുണ്ടായി. അപ്പൊ അവിടെ ചെന്നപ്പം മാഡം ഒരു ബഹ്റൈനിലുള്ള ഒരു വ്യക്തിക്ക് ID വെക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ ഇതെന്താ വർക്ക് എന്ന് ചോദിച്ചപ്പോ ചേച്ചി എനിക്ക് ഫോണിൽ കൂടെ ഇതൊക്കെ കാണിച്ചു തന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ചേച്ചി എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് തന്ന് ഞാൻ അതൊക്കെ കണ്ട്, എന്നാലും കൂടുതലൊന്നും മനസ്സിലായില്ല. ചേച്ചി എന്നോട് പറഞ്ഞത്, മോളെ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു വർക്കാണ്. ഞാൻ ചേച്ചിയെ വിശ്വസിച്ചു. ഞാൻ ചേച്ചിയുടെ കൂടെ ID വെക്കുകയായിരുന്നു. ഏകദേശം 2 മാസം കൊണ്ട് എനിക്ക് ഒരു 1200 BST അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഈ 2 മാസം കൊണ്ട് ഏകദേശം 1 ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഈ പ്രോഗ്രാമിൽ വന്നത് കൊണ്ട് മാത്രമാണ്. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള, സിസ്റ്റത്തെ കുറച്ച് വിശ്വസിക്കുക, നമ്മൾ രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കൊടൈക്കനാൽ പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ആ പ്രോഗ്രാം എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത 2 ദിനങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞു പോയത്. ഫോർസേജിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മടങ്ങിയത്. എപ്പോഴും കെവിൻ സാറും അതുപോലെ സുരേഷ് സാറും ശ്രീലതാ മാഡം ഒക്കെ പറയും, കൊടൈക്കനാൽ പ്രോഗ്രാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പറയെങ്കിലും അത് എത്രത്തോളം സത്യമാണെന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അത് നമുക്കെന്താ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു വേദിയായിരുന്നു. ഈ വേദി ഒരുക്കി തന്ന നമ്മുടെ ഗ്രേറ്റ് മെന്റർ ആൻഡ് ലീഡർ കെവിൻ സാറ്, അരുൺ സാറ്, സൈനു സാറ്, അതുപോലെ മറ്റെല്ലാ ലീഡേഴ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതൊരു തെളിവാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപോലെയല്ല, പ്രദീപ് സാറിന് അറിയാം നമ്മുടെ തിരിച്ചുള്ള മടക്ക യാത്ര എങ്ങനെയാന്ന് സുരേഷ് സാറിനും അരുൺ സാറിനും ഒക്കെ അറിയാം. അതുപോലെ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെ ഒരു ഗംഭീരമായ ഒരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ ബസ്സിലായാലും. അതെ, സാറിന് അറിയാലോ എന്ത് മാത്രം നമ്മൾ ആഘോഷമായിട്ടാണ് നമ്മൾ തിരിച്ചത് മടങ്ങിയത്. ഞാൻ ഓർത്തില്ല ഇന്നലെ അരുൺ സാറും സുരേഷ് സാറും ഒക്കെ ഇന്നലത്തെ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന്. അതുപോലെ എനിക്കും തീർത്തും വയ്യായിരുന്നു യാത്രാക്ഷീണം കൊണ്ടൊക്കെ. പക്ഷെ നമ്മൾ കെവിൻ സാറിന് നമ്മളവിടെ ഒരു പ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്. വരുന്ന 21 ദിവസം നമ്മൾ ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കുമെന്നും അതുപോലെ 6 മാസം ഉറച്ചു നിൽക്കുമെന്നും സാറിന് തരുന്ന വാക്ക് ഞാൻ പാലിക്കും. ഞാൻ ഈ സിസ്റ്റത്തിന്റെ കൂടെ എന്തായാലും ഉറച്ചു നിൽക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ സുപ്പീരിയർ ലീഡേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചും ഈ സൂം മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തും. ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. അത് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് സഹായിക്കും. അതിന് ഇതിൽ പങ്കെടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ കൊടൈക്കനാൽ പ്രോഗ്രാമിൽ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ എല്ലാമായ കലച്ചേച്ചി ഇല്ല, പോകാൻ പറ്റാത്ത വന്ന ഒരു കുറവ്. അത് മാത്രമേ ഉള്ളൂ, ഒരു സങ്കടമായിട്ട് തോന്നിയുള്ളൂ. അതിന്റെ എല്ലാം ദൈവം നിർത്തിക്കൊണ്ടായിരുന്നു അവിടുത്തെ എല്ലാവരും നമ്മളോട് നമ്മൾ പെരുമാറിയതും. പ്രോഗ്രാം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സിസ്റ്റത്തെ ഉറച്ചു വിശ്വസിക്കുക, മുന്നോട്ട് പോവുക, നമുക്ക് എല്ലാവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നതാണ് എല്ലാവരോടും പറയുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ എല്ലാമായ കലച്ചേച്ചിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു.
താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു മാം. എന്തായാലും മാഡം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഒരുപാട് വരുമാനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഇത്. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പോൾ കൊടൈക്കനാൽ പ്രോഗ്രാം പോലെ തന്നെ ഇനിയും ഒട്ടേറെ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പുറകെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മാക്സിമം മാഡം പറഞ്ഞ പോലെ തന്നെ ഈ സിസ്റ്റത്തെ വിശ്വസിക്കുക. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം തീർച്ചയായും വിശ്വസിക്കാൻ നമുക്ക് കാരണം എന്താ നാളുകളിലേക്ക് ഇത് എത്തിച്ചിട്ടില്ല. പക്ഷേ കാലം മാറുമ്പോൾ നമ്മളും പഴഞ്ചനായി പോകും. തീർച്ചയായിട്ടും ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മളും അപ്ഗ്രേഡ് ചെയ്യുക. കാരണം ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുക. ഇനി അടുത്തായിട്ട് ഞാൻ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു പ്രിയപ്പെട്ട ഒരു ഗ്രേറ്റ്, കാരണം കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഡോക്ടർ സാർ പറഞ്ഞു വിദേശ രാജ്യങ്ങൾ 10-15 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പഠിക്കുവാനുള്ള പണം അദ്ദേഹം തൊഴിൽ ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള യങ്സ്റ്റേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മുഫീദിനെ പോലെ നമ്മുടെ നാട്ടിലും ഇന്നിപ്പോൾ ഫോർസയിലേക്ക് കടന്നു ലക്ഷങ്ങളാണ് ഓരോ +2+1 വിദ്യാർത്ഥികൾ പോലുള്ള ആളുകളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന്റെ ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ഒട്ടേറെ യങ്സ്റ്റേഴ്സിന് അവരുടെ ജീവിത മാർഗമായി മാറ്റിയ ഈ ഫോർസേജിന്റെ ഈ പ്രോഗ്രാമിലൂടെ ഒട്ടേറെ $USD അച്ചീവ് ചെയ്യാനായിട്ട് നിമിത്തമായ കാരണക്കാരനായ ഒരു പ്രിയപ്പെട്ട നല്ല മനസ്സിനുടമയായ ഗ്രേറ്റ് ലീഡർ സുജിൻ സാറിനെ എന്ന് ഒരല്പസമയം ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. സുജിൻ സാർ, വെൽക്കം. സുജിൻ സാർ, മ്യൂട്ട് ഓപ്ഷൻ കൊടുക്കണം, അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കണം. ഹലോ, ഗുഡ് ഈവനിങ്. സൗണ്ട് ക്ലിയർ ആണോ സാറേ? ഓക്കെ സാറേ, എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം കേട്ടു. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ചെത്തി ഇത്ര വളരെ മനോഹരമായി തന്നെ നമ്മളെ ഈ പ്ലാൻ കേൾക്കാൻ സാധിച്ച ഓരോ വ്യക്തികളെയും ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരു ഏപ്രിൽ മാസം കോവിഡ് വന്ന് കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു ബിസിനസ്സിനെ പറ്റി പറയുന്നത്. കാരണം ഒരു 2 മാസം ഞാൻ വീട്ടിൽ കിടന്ന സമയത്ത് തന്നെ എൻ്റെ വരുമാനം മൊത്തം മുട്ടി. കാരണം ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും, ഇനി എന്താണ് സാധ്യത നിൽക്കുന്ന സമയത്താണ് ഏകദേശം ഈ ഒരു ബിസിനസ്സിനെ പറ്റി പറയുന്നതും ജൂൺ മാസം ഇത് സ്റ്റാർട്ടാവുന്നൊക്കെ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ സുഹൃത്തിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെ പതിയെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മാറിയിട്ടില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള സമൂഹവും അതുപോലെ തന്നെ നമ്മളെ പുതിയ അനിയന്മാരെല്ലാം തന്നെ ഡിജിറ്റൽ മേഖലയിലേക്കാണ് തിരിച്ചറിയാൻ പറ്റി. പ്രത്യേകിച്ച് കറൻസിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കയറി നിന്ന് ഏകദേശം ഒരു 14 പേരെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് എമൗണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2,80,000 ഈ ഒരു ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതും അതുപോലെ തന്നെയുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയും അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സും ഇതിന്റെ സാധ്യതയും കൊടുത്തത്. വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഈ കൊടൈക്കനാൽ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അവിടെ ചെന്ന സമയത്താണ് ഒരുപാട് സാധാരണക്കാരായ വീട്ടമ്മമാരെയും എന്നെ പോലെ തന്നെ വളരെ സാധാരണക്കാരായ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും. പക്ഷെ ഇവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ഈ ഒരു ഫോർസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ തന്നെ നമ്മളെ ഏത് നിമിഷവും എങ്ങനെ സഹായിക്കാനായിട്ടുള്ള ഒരു ലെജൻഡ്സ് ഇന്റർനാഷണൽ ടീം എന്ന് പറയുന്നത് നല്ലൊരു ടീമിന്റെ കൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയും രക്ഷപ്പെട്ടിട്ടില്ല. എപ്പോഴാണോ നമുക്ക് ഈ അവസരം ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിജയത്തിന്റെ തുടക്കം അവിടെ തുടങ്ങാണ്. ഒരു കാരണവശാൽ നിങ്ങൾ മറിച്ച് ചിന്തിക്കേണ്ട ഒരു സംശയമില്ല. കാരണം അത്രയും നല്ലൊരു ടീമാണ്. അതിശക്തമായിട്ട് ഈ ക്രിപ്റ്റോ മേഖല മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ആരാണോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരുടെ കൂടെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും ഒട്ടേറെ അച്ചീവ്മെന്റുകൾ നേടാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന മനസ്സിന്റെ ഉടമ കൂടിയായ ഒരു ഗ്രേറ്റ് ആക്ടർ കൂടിയായ, ഇന്ന് തമിഴ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നായക പദവിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോർസേജിന്റെ ഇന്റലിജൻസിന്റെ അഭിമാനമായ സൈനുൽ ആബിദീൻ സാറിനെയാണ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. സൈനുൽ സാർ, അബി സാർ. പ്രദീപ് സാർ, താങ്ക് യു സോ മച്ച്. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്.
ക്ലിയർ ആണോ? ഓക്കെ. എന്തായാലും ഒരു വലിയൊരു കലാകാരനിൽ നിന്നും ഇങ്ങനെ ഒരു നല്ലൊരു വാക്കുകൾ കിട്ടിയതിലെ വളരെയധികം സന്തോഷം. എന്തായാലും താങ്ക് യു പ്രദീപ് സാർ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ കെവിന്റെ ഒരു ഭാഗത്തു നിന്നും അതിമനോഹരമായിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഇതിന്റെ സാധ്യതകളെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു ഡോക്ടർ കെവിൻ സാർ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, കടത്തോടെ ഇല്ലാതെ, കടമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ മൂവ് ആകണം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വേദി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഫോർസേ നമ്മുടെ മുന്നിൽ വന്നതും. ആ ഒരു മുന്നിൽ വന്ന് നമ്മൾക്ക് ആ ഒരു ട്രാവൽ ചെയ്ത സമയത്ത് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്താനും കഴിഞ്ഞിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ 30-31 നമ്മുടെ പ്രോഗ്രാം, ആ പ്രോഗ്രാമില് ഒരുപാട് കാരണം ഏകദേശം ആ ഒരു പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് 104ഓളം പേര് പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അച്ചീവേഴ്സ്, യങ്സ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലും വീട്ടമ്മമാരായി കഴിഞ്ഞാലും അവരുടെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേർക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വിശ്വസിക്കുക, കൂടെ നിൽക്കുക. ഇത് പറയാനുള്ള ഒരു കാര്യം, എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ പല ചതിക്കുഴികളിലും ചെന്ന് ചാടിക്കുന്നത്. 2020 മെയ് 15 ഈ ഒരു മേഖലയെ കുറിച്ച് മനസ്സിലായ സമയത്ത് ഇതിനെ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നോ ഒന്നും അറിയാതെയാണ് ഈ ഒരു മേഖലയിൽ കടന്നു വന്നതെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ടുള്ള അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു നമ്മുടെ ഡോക്ടർ കെവിൻ, അരുൺ സാർ, ഞങ്ങൾ 3 പേരും കൂടി ഒരു ലെജൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുകയും ആ ഒരു ബിൽഡ് ചെയ്തതിലൂടെ ഒരുപാട് പേർക്ക് ഇതിന് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ നോളജിലൂടെ ഒരുപാട് പേർക്ക് അതിന് റിസൾട്ട് എടുക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഫോർസസ് ലെജൻസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. എനിവേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എവരി മുമ്പിൽ നമുക്ക് കിട്ടുന്ന ഓരോ സൂം കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, ഡെയിലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സ് നമ്മൾ കാണാനുണ്ട്. കാരണം ഓരോ മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കറൻസികൾ, ക്രിപ്റ്റോ കറൻസികൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഇന്ന് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ നിങ്ങൾ ചിലപ്പോൾ ആഡ് കാണാൻ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ കബഡി മത്സരം നടക്കുന്ന സമയത്ത് അതിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 1/2 BTC ആണ് അവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് വരെ, അതായത് സ്പോർട്സ് ഐറ്റംസിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങുന്നതിലായിക്കോട്ടെ, അങ്ങനെ ഓരോ മേഖലയിലും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ഒരു മേഖലയിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള സാധ്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഇൻകം ഏൺ ചെയ്യണം. ആ ഏൺ ചെയ്യാനുള്ള ഒരു സ്ഥിരതയാർന്ന ഒരു ഓർഗനൈസേഷൻ നമ്മൾ കൂടെയുണ്ട്. അപ്പൊ ഒരുമിച്ച് നിൽക്കുക, നമുക്ക് ഒരുമിച്ച് സക്സസ് ആവാം. എന്തായാലും ഒരു കാര്യം, പുതുതായിട്ട് വന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. ചെറിയ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ക്രിപ്റ്റോ കറൻസി ഇനി ലോകം മുഴുവൻ അംഗീകരിച്ചു കൊണ്ടിട്ടുള്ളതും അതേപോലെ തന്നെ എല്ലാ മേഖലയിലും കടന്നു വരുന്ന ഒരു കാര്യം സാധ്യതയുള്ളതുമാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നിട്ടിറങ്ങുക. നമ്മൾ കൂടെയുണ്ട്, ലെജൻസ് ഓർഗനൈസേഷൻ കൂടെയുണ്ട്. എല്ലാവർക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു ഡോക്ടർ കെവിൻ, താങ്ക് യു പ്രദീപ് സാർ, താങ്ക് യു ഓൾ. താങ്ക് യു. എന്തായാലും സന്തോഷം. എന്നാലും താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക്, എന്തായാലും പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് പല സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ലീഡേഴ്സുമായിട്ട് സംസാരിക്കാം, ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ആശയമാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോ കറൻസിയും ഒക്കെ.
എന്തായാലും ഇന്നത്തെ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബ്ലോക്ക് ചെയിൻ എക്സ്പെർട്ടാണ് അദ്ദേഹം. കാരണം ഇന്ന് എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരായ ആളുകളെ ഒരുപാട് ആളുകളെ ഒക്കെ ഇന്ന് സാമ്പത്തികമായിട്ട് പതുക്കെ ഉയർത്തിക്കൊണ്ടു വരാൻ നിമിത്തമാകുന്ന ഒരു സാറാണ്. അദ്ദേഹം സ്വദേശം ചാലക്കുടിയാണ്. എന്തായാലും അരുൺ സാറിനെ ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് ഞങ്ങൾ കാതോർക്കുകയാണ്. അരുൺ സാർ, വെൽക്കം. അരുൺ സാർ, ഹലോ സാർ. ഹലോ സാർ. പ്രദീപ് സാർ, അരുൺ സാർ ഇല്ലാന്ന് തോന്നുന്നു. ആള് മാറിപ്പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എങ്കിൽ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഷോ സ്റ്റോപ്പർ ആണ്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്സ് വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു ഓൾ. സോ ഇതിന്റെ ഹൈലൈറ്റ്സ് മാത്രമാണിത്. ബാക്കിയുള്ളത് നമ്മൾ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പാർട്ടിസിപ്പേഷൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.